പടച്ചവനെ ജനങ്ങൾ പ്രായമാകുമ്പോ, ജനങ്ങൾക്ക് പ്രായമാകുമ്പോ അതാ അവർക്ക് പ്രായമാകുന്നു, മുടി നരയ്ക്കുന്നു, രോഗങ്ങൾ വരുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു. അതാ പടച്ചവനെ അവർക്ക് പ്രായമാകുന്നുണ്ട്. എന്നാ രണ്ട് കാര്യങ്ങളോട് അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. പ്രായമായവർക്ക് രണ്ട് കാര്യങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, പ്രായമാകും തോറും ആഗ്രഹം കൂടുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, അൽ ഹിർസു അലൽ മാൽ. പടച്ചവനെ നബി തങ്ങൾ പറയുകയാണ്, ജനങ്ങൾക്ക് പ്രായമാകും തോറും അവർക്ക് സമ്പത്തിനോടുള്ള ആഗ്രഹം കൂടുകയാണ്, സമ്പത്തിനോടുള്ള മോഹം കൂടുകയാണ്. പടച്ചവനെ അവരുടെ ആഗ്രഹം വല്ലാതെ വർദ്ധിക്കുകയാണ്. പ്രായം ചെന്ന പിതാവ് അലമാരിയുടെ താക്കോല് തന്റെ അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന ഉപ്പമാരെ നമുക്കറിയാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, പടച്ചവനെ പ്രായമുള്ള ഉമ്മമാര് 18, 20, 25, 30 വയസ്സുള്ള പെണ്ണുങ്ങൾ ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വർണങ്ങൾ ധരിക്കുന്നത് പാതാ പ്രായമുള്ളവരാ. അവർക്ക് സമ്പത്തിനോട് വല്ലാത്ത ആഗ്രഹമാണ്. പടച്ചവനെ എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ. എടോ, പ്രായമുള്ളവരുടെ കാര്യം മാത്രമല്ല, ഇന്ന് എല്ലാവർക്കും വേണ്ടത് പണമാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ, എല്ലാവർക്കും വേണ്ടത് പണമാണ്. ആ പണത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും ചെയ്യുമല്ലോ. ആ പണത്തിന് വേണ്ടി ഞാനും നിങ്ങളും എന്തും ചെയ്യാൻ തയ്യാറാണ്. ഹലാലോ ഹറാമോ നോട്ടമില്ല. പടച്ചവനെ എന്ത് മോശമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണെങ്കിലും പണമുണ്ടാക്കണമല്ലോ. എല്ലാവർക്കും വേണ്ടത് പണമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എടോ, ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടതും പണം തന്നെയാണ്. ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയട്ടെ, നിങ്ങളിൽ അധികം പേരും പ്രായമുള്ളവരാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ വാപ്പയുടെ അടുക്കൽ ചെന്നിട്ട് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താറില്ല. പണ്ടത്തെ മക്കൾ അങ്ങനല്ലടോ. വാപ്പാടെ അടുക്കൽ ചെന്നിട്ട് പറയും, എനിക്ക് മുട്ടായി വാങ്ങണം, എനിക്ക് കളിപ്പാട്ടം വാങ്ങണം. പടച്ചവനെ മക്കൾ ചെന്ന് പിതാവിനോട് പറയുമായിരുന്നു. എന്നാ ഇന്നത്തെ തലമുറ അങ്ങനെയല്ലടോ. ഇന്നത്തെ കൊച്ചുകുട്ടികളും നമ്മുടെ ചെറിയ പ്രായമുള്ള, നമ്മുടെ പ്രായപൂർത്തിയാകാത്ത മക്കളുണ്ടല്ലോ, ആ മക്കളും വാപ്പയോട് ചെന്ന് ചോദിക്കുന്നത് മുട്ടായി വാങ്ങിത്തരാനല്ല, കളിപ്പാട്ടം വാങ്ങിത്തരാനല്ല. ആ കൊച്ചുകുട്ടികളും ചെന്നിട്ട് ചോദിക്കുന്നത്, വാപ്പാ പൈസതാ പൈസതാ. എല്ലാവർക്കും വേണ്ടത് പൈസയാടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രായമുള്ളവരുടെ കാര്യം പോകട്ടെ, ഈ ചെറിയ മക്കൾക്ക് ഈ പണത്തിനോടുള്ള ആർത്തി വരാനുള്ള കാരണം എന്തെന്നറിയുമോ? അതിൻ്റെ കാരണം മാതാപിതാക്കളാണ്. അതിൻ്റെ കാരണം മാതാപിതാക്കളാണ്. പടച്ചവനെ, മക്കൾ മൊബൈൽ ചോദിച്ചാ വാങ്ങിച്ചു കൊടുക്കണമല്ലോ. ടൂറിന് പോകാൻ പറഞ്ഞാ വിടണമല്ലോ. അവര് ബൈക്ക് വേണമെന്ന് പറഞ്ഞാ വാങ്ങിക്കൊടുക്കണമല്ലോ. ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയാടോ. അവരാത്മഹത്യ ചെയ്യുന്ന കാലമാണ്. ടൂറിന് വിടാത്തതിന്റെ പേരിലാണ് പടച്ചവനെ ഒരു ചെറിയ കുട്ടി ആത്മഹത്യ ചെയ്തത്. അല്ലാ, പടച്ചവനെ, സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുള്ള പൊന്നുമോൻ അതാ മദ്രസ വിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ മൊബൈൽ വേണം ഉമ്മ. മോനെ പോയി കുളിക്കടാ, സ്കൂളിൽ പോകണം. ഉമ്മയതാ തോർത്തും സോപ്പും എടുത്ത് തന്റെ 7 വയസ്സുള്ള പൊന്നാര മകന്റെ കയ്യിൽ കൊടുക്കുകയാണ്. പടച്ചവനെ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കുളിപ്പരയിലേക്ക് കടന്നു ചെന്നു. ഉമ്മ തന്റെ പൊന്നാര മകന് കൊണ്ടുപോകാൻ ഭക്ഷണമുണ്ടാക്കി പാത്രത്തിൽ നിറയ്ക്കുകയാണ്. തന്റെ പൊന്നാര മകനെ കാണാതെ വരുമ്പോ ഉമ്മ ചെന്ന് നോക്കുമ്പോ ആ 7 വയസ്സുകാരൻ ബാത്റൂമിനകത്ത് തൂങ്ങി നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വഅദിന് വരുമ്പോ പടച്ചവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് കടന്നു പോയത്. പടച്ചവനെ, സംഘാടകർ പറഞ്ഞ ഉസ്താദ് സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപനത്തിന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഈ വയനാട് വെച്ചുകൊണ്ട് പടച്ചവനെ
ഒരു ആക്സിഡന്റ് പറ്റുകയാണ്. അല്ലാഹുവേ, ജനാസ കുളിപ്പിച്ച ഉസ്താദ് ഇനി മണ്ണാർക്കാടേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവനെ, ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട സംഘാടകരോട്, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എത്ര വലിയ ഭാഗ്യവാനാ സഹോദരാ. ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, ഇതിന് നെഞ്ചിലേറ്റുന്ന ഇരു ചെറുപ്പക്കാര് പഠിക്കേണ്ടത്, എല്ലാവരും ചോദിക്കും ഈ സംഘടനയുടെ പുറകെ നടന്നിട്ട് എന്ത് കിട്ടാനാ? SKSSFിന്റെ ചെറുപ്പക്കാരോട് പലരും ചോദിക്കാറുണ്ടല്ലോ, കൊടികെട്ടി ഇങ്ങനെ നടക്കുന്നല്ലോ, എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുമ്പോ എനിക്ക് പറഞ്ഞു തരാനുള്ള പ്രയോജനം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവസാനം ആ ചെറുപ്പക്കാരന്റെ ജനാസ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അവിടെ നിന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഇറക്കുമ്പോ എത്ര വലിയ ഭാഗ്യവാനാ ചെറുപ്പക്കാരനെന്നറിയുമോ? പടച്ചവനെ, ജിഫരി തങ്ങളുണ്ടായിരുന്നു, അല്ലാഹുവേ ഫഖ്റുദ്ദീൻ തങ്ങളുണ്ടായിരുന്നു, ജമലുല്ലൈലി തങ്ങളുണ്ടായിരുന്നു, പടച്ചവനെ കക്കിപ്പടി ഉസ്താദ് ഉണ്ടായിരുന്നു. എത്രയോ ആലിമീങ്ങളാണ്, എത്രയോ സയ്യിദന്മാരാണ്. പടച്ചവനെ, ആ ചെറുപ്പക്കാരന്റെ ജനാസ നിസ്കരിക്കാൻ ഇതാണടാ ഭാഗ്യം. ഈ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റ് നടക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതാണ്. പടച്ചവനെ, എന്തുമല്ല മനോഹരമായ മരണമാണ്. നിസ്കരിക്കുമ്പോ തങ്ങൾ പറയുന്നുണ്ട്, ഇത് നമുക്ക് കാണുമ്പോ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്, എങ്കിൽ അവൻ വല്ലാത്ത സന്തോഷവാനാണ്. റബ്ബേ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. അവിടെ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞ ഉസ്താദ്, 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും ഈ മോർച്ചറിക്കകത്ത് കിടത്തിയിട്ടുണ്ട്. അതാ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു പൊന്നുമോന്റെ ജനാസ ഈ കാണുന്ന മോർച്ചറിക്കകത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോ എവിടെ എത്തിയടോ ഈ ഉമ്മത്ത്? എവിടെ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ മക്കള്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, ഇന്ന് പണമുണ്ടാക്കാൻ നടക്കുകയാണ്. എല്ലാവർക്കും വേണ്ടത് പണമാണ്. ഈ പിഞ്ചുകുട്ടികളോട് പണത്തെക്കുറിച്ചുള്ള ബാധ, പണത്തിനോടുള്ള ആഗ്രഹം പറഞ്ഞു കൊടുത്തത് മാതാവാ. ഉമ്മ എപ്പോഴും പൊന്നാര മകനോട് പറയുന്ന, മോനെ നല്ലതുപോലെ പഠിക്കണേ, നല്ല മാർക്ക് വാങ്ങണേ, ഉന്നത വിജയം നേടണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല സാലറി ഉണ്ടാകണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. ഉമ്മ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. നിന്റെ മക്കളുടെ ആ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് നീ പറഞ്ഞു കൊടുത്തത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പടച്ചവനെ, അതുകൊണ്ടാണ് ഇന്ന് +1 പഠിക്കുന്നവന് കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്. എന്തിനാ? കുട്ടികളെ അതാ തട്ടിക്കൊണ്ടു പോകുന്നവനും വേണ്ടത് പൈസയാണ്. പടച്ചവനെ, കൊലപാതകം നടത്തുന്നവനും വേണ്ടത് പൈസയാണ്. കൊട്ടേഷന് പോകുന്നവനും വേണ്ടത് പൈസയാണ്. എല്ലാവർക്കും പൈസയാണ് വേണ്ടത്. എന്തുകൊണ്ടെന്നറിയുവോ? ഈ മക്കൾ ഇങ്ങനെയാകാനുള്ള കാരണം മാതാപിതാക്കൾ തന്നെയാണ്. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നശിപ്പിച്ച് കളഞ്ഞത്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസമെന്താ? പടച്ചറപ്പേ, ഇന്നത്തെ മക്കള് വാപ്പാനെ കാണുന്നത് വീട്ടിലെ ATM-നെ പോലെയാ. വാപ്പ എന്ന് പറയുന്നത് വീടിന്റെ ATM. പക്ഷേ പണ്ടങ്ങനെയായിരുന്നില്ല. ഒരാളും വാപ്പയെ ഭീഷണിപ്പെടുത്താറില്ല, ഉമ്മയെ ഭീഷണിപ്പെടുത്താറില്ല, ചാകുമെന്ന് പറയാറില്ല. കാരണം മക്കൾക്കറിയാ വാപ്പയുടെ ജോലി എന്താണ്, വാപ്പയുടെ ജോലി എന്താ, വാപ്പയുടെ ശമ്പളം എത്രയാ. പടച്ചവനെ, വാപ്പ ഒരു കൂലിപ്പണിക്കാരനാണ്. 150 200 രൂപ അല്ലെങ്കിൽ 250 വാപ്പയുടെ ശമ്പളമെന്ന് നമുക്കറിയാമായിരുന്നടോ. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കതറിയില്ല. മക്കള് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്ന വാപ്പയാണ് സ്നേഹമുള്ള വാപ്പയെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ ഇല്ല മനുഷ്യ. ഒരു വാപ്പ ആരെ പോലെ ആകണമെന്നറിയുമോ? ഞാൻ നിങ്ങൾക്കൊരു വാപ്പാനെ പറഞ്ഞു തരാ. ഇതുപോലെയാകണം ഒരു വാപ്പ. ആരെ പോലെ എന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, നാട് കടത്തുകയാണ്. അബൂദർ തങ്ങളെ നാട് കടത്തുകയാണ്. മരുഭൂമിയിൽ ചെന്നിട്ട് തന്റെ ഭാര്യ മക്കളുമായി ഒറ്റയ്ക്ക് വീട് കെട്ടി ജീവിക്കുകയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമെടുത്തു.
പടച്ചവനെ ഭരണമെടുത്തപ്പോ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിക്കുകയാ, തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിക്കുകയാണ് അബൂ ദർ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് ഭാര്യയ്ക്ക് ഉപദേശം കൊടുത്തു, മക്കൾക്ക് ഉപദേശം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്, വാപ്പയോട് നിങ്ങൾ ദേഷ്യം വെക്കരുത്. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിന് 3 പെൺമക്കളാണ്. ആ പെൺമക്കളോട് വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്. വാപ്പയുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അള്ളാന്റെ ദീനിന് കൊടുക്കുമായിരുന്നു, പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് വാപ്പയൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന തന്റെ സമയത്ത് തന്റെ മക്കളോട് പറയുകയാ, ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതാ, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കണ്ട. വാപ്പ മരിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ലാഹു നിങ്ങളെ കൈവിടില്ല മക്കളെ. അബൂ ദർ തങ്ങൾ തന്റെ പൊന്നാര മക്കളോട് പറയുന്ന, പടച്ചവൻ ഒരിക്കലും നിങ്ങളെ കൈവിടൂല. ഇന്നത്തെ മക്കൾക്ക് അറിയാത്തത് അള്ളയാരാണെന്ന സഹോദര, അള്ളയാരാണെന്ന് ഇന്നത്തെ ഉപ്പയ്ക്കും അറിയില്ല, ഉമ്മയ്ക്കും അറിയില്ല, മക്കൾക്കും അറിയില്ല. അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ മരിച്ചു കഴിഞ്ഞ എന്റെ ജനാസ എടുത്തുകൊണ്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയോരത്ത് എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. ഉംറ കഴിഞ്ഞ് വരും മക്കള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഉംറ ചെയ്തിട്ട് ജനങ്ങളതിലേ നടന്നു വരും. അവരോട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി. എന്റെ കാര്യമോർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അബൂ ദർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയുടെ പ്രയാസവും വാപ്പയുടെ കഷ്ടപ്പാടും വാപ്പയുടെ സാമ്പത്തികമായ സ്രോതസ്സും എല്ലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ലോകത്തോട് വിട പറയുകയാണ്. മക്കള് പിതാവ് പറഞ്ഞതുപോലെ പിതാവിന്റെ ജനാസ എടുത്തു കൊണ്ടുപോയി വഴിയോരത്ത് നിൽക്കുകയാ. അതാ വരുന്നടോ 30ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് വരികയാണ്. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തില് ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. 3 മക്കളും മാറി നിന്നോ, വാപ്പയുടെ ജനാസയുടെ ഭാഗത്ത് നിന്ന് മാറി നിന്നോ. എന്നിട്ട് ആ മക്കള് വിളിച്ചു പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ സഹാബിയാ, ഞങ്ങളുടെ പിതാവാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് ഞങ്ങളുടെ വാപ്പയുടെ ജനാസ ഒന്ന് പൊതിഞ്ഞ് കബറടക്കണേ. ഈ പെൺകുട്ടികൾ വിളിച്ചു പറയുകയാണ്, അവര് കേൾക്കുകയാണ്. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, ഇത്രയും പാവപ്പെട്ട സ്വഹാബി ആരാ? അല്ലാ, അതാ സൽമാൻ തങ്ങൾ ചെന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണിയങ്ങോ മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുമോ? മഹാനായ അബൂ ദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ അപ്പടാ വിളിച്ചു പറഞ്ഞത് സദഖ റസൂലുള്ളാഹ്. നബി തങ്ങൾ പറഞ്ഞത് സത്യമാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് ഈ കേൾക്കാമെന്നവരോട് പറയുകയാ, പണ്ടത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ ഉമ്മമാരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുമോ? പണ്ട് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ചോറ് താഴെ വീണ നമ്മുടെ ഉമ്മയാ താഴെ വീണ ഭക്ഷണം എടുത്തു പാത്രത്തിനകത്ത് ഇട്ട് തന്നിട്ട് പടച്ചവനെ ഉമ്മ പറഞ്ഞു തരുന്ന ഒരു ഉപദേശമുണ്ട്, മോനെ, ഇത് അല്ലാഹു തന്ന റിസ്ക്കാ, നിന്റെ വാപ്പ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇത് കളയല്ലേ എന്ന് നമ്മുടെ ഉമ്മമാര് പറഞ്ഞു തരുമായിരുന്നു. എന്നാ ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാലും ഇന്നത്തെ ഉമ്മമാരത് പറയാറില്ല. കാരണം
കാരണം അവർക്കറിയില്ലടോ, അവർക്കറിയില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അതിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് പെണ്ണുങ്ങൾക്കറിയില്ലടോ, മക്കൾക്കറിയില്ലടോ. ഇന്നെല്ലാവർക്കും വേണ്ടത് പണമാണ്. പെങ്ങളെ എത്ര ആർത്തി, എന്തിനാ മോള് സമ്പത്തിനോടുള്ള ആർത്തി? കള പൊന്നുമോള്, നിനക്ക് സ്വർഗം വേണോ ഉമ്മ? നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബി വനിതകളോട് ചോദിക്കുകയാ, അള്ളാന്റെ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? സഹാബി വനിതകൾ ചോദിക്കുന്നു, ആരാ നബിയേ? സ്വർഗത്തിന്റെ അവകാശിയായ പെണ്ണാരാണ്? എല്ലാവരും വിചാരിച്ച ഞാനായിരിക്കും എന്റെ പേരായിരിക്കും നബിതങ്ങൾ പറയുന്നത്. എല്ലാവരും മാതാ നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കാണിക്കുകയാ. ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണ്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സഹാബി വനിതകൾ ഇറങ്ങി ഓടുകയാണ്. വിറക് വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നീ സ്വർഗത്തിലാണെന്ന്, നബിതങ്ങൾ പറഞ്ഞു നീ സ്വർഗത്തിലാണെന്ന്. എന്ത് നന്മയാ ചെയ്യുന്നത്, എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത്? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നിസ്കരിക്കും, ഞാൻ സദഖ കൊടുക്കും, ഞാൻ ഖുർആൻ ഓതും, ഞാൻ ദിക്ർ പറയും, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും. ഈ ചോദിച്ച പെണ്ണുങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളും ചെയ്യാറുണ്ട്. നീ പ്രത്യേകമായിട്ട് വല്ല നന്മയും ചെയ്യാറുണ്ടോ? പടച്ചവനെ, ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത്, ആ പെണ്ണിന് സ്വർഗം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുവോ? രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി ജോലിക്ക് പോകാൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഈ പെണ്ണ് തന്നെ കയ്യിൽ പിടിക്കുകയാ. ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ടാ ഭാര്യ പറയുകയാ, ഇക്കാ വൈകുന്നേരം ഈ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോ ഹറാമായ പൈസ കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ, ഞങ്ങളെ കൊണ്ട് ഹറാമ് തീറ്റിപ്പിക്കല്ലേ. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് ഭാര്യ പറയുകയാ, ഹറാമായ പൈസ കൊണ്ടുവരരുത്, ഹറാമായ പണം കൊണ്ടുവരരുത്, ഹറാമായ ഭക്ഷണം കൊണ്ടുവരരുത്, പച്ചവെള്ളം കുടിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞ അവൾക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പണം മതിയടോ. പണത്തിനോട് വല്ലാത്ത ആഗ്രഹമാണ്. അത് വാരിക്കൂട്ടാനുള്ള ആർത്തി പ്രായം ചെല്ലും തോറും കൂടുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സഹാബ, പ്രായമാകും തോറും രണ്ട് കാര്യങ്ങളോടുള്ള ആഗ്രഹം കൂടുകയാ. ഒന്ന്, അൽ ഹിർസു അലൽ മാൽ, അവർക്ക് സമ്പത്തിനോടുള്ള ആഗ്രഹം കൂടുകയാ. രണ്ട്, വൽ ഹിർസു അലൽ ഉംരി, അവർക്ക് മരിക്കാൻ ഇഷ്ടമല്ലടോ, അവർക്ക് മരിക്കാൻ ഇഷ്ടമല്ലടോ. പടച്ചവനെ, 80 അതാ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവര് 50, 60, 70 വയസ്സുള്ള വാപ്പയ്ക്ക് മരിക്കാൻ പേടിയാ. അവർക്ക് മരണം ഇഷ്ടമല്ല, മരണത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല, അതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഇഷ്ടമല്ല. പടച്ചവനെ, മക്കളുടെ കല്യാണം കഴിക്കണം, അത് കഴിഞ്ഞപ്പോ പറഞ്ഞു കൊച്ചുമക്കളുടെ കല്യാണം നടത്തണം, കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞപ്പോ പറഞ്ഞു കൊച്ചുമക്കളുടെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. മരിക്കാൻ ഇഷ്ടമല്ലടോ. പ്രായമാകും തോറും പടച്ചവനെ ജീവിക്കാനുള്ള കൊതി തോന്നുകയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, എത്ര ആഗ്രഹിച്ചാലും എത്ര കൊതിച്ചാലും എന്തൊക്കെ സ്വപ്നം കണ്ടാലും അതാ വരുന്ന ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ
ജിബ്രീൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഒരു ദിവസം പറയാതെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സ്വപ്നങ്ങൾ മുഴുവനും ബാക്കിയായി, മോഹങ്ങൾ മുഴുവനും ബാക്കിയായി, നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ നാണം കെട്ടവനെ പോലെ പടച്ചവനെ ഈമാനില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. എന്നാ മറ്റു ചിലരുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ച് ഈമാനോടുകൂടി ശഹാദത്ത് കലിമ ചൊല്ലിയിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പടച്ചവനെ ലോകത്തോട് യാത്ര പറയുന്നവരുണ്ട്. അല്ലാഹുവേ, അങ്ങനെ മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായമാകും തോറും മനുഷ്യന് രണ്ട് ആഗ്രഹം കൂടും. ഒന്ന്, ജീവിക്കാനുള്ള ആഗ്രഹം. രണ്ട്, സമ്പാദ്യത്തിനോട് പണത്തിനോടുള്ള ആർത്തി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപാട് മോഹമുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഇതിലെ ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കൂല. നടന്നിട്ട് എല്ലാ മോഹങ്ങളും സാധിപ്പിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമില്ലേ? ഉണ്ടോ ഇല്ലേ? പറ കാക്കാമാരെ, ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമുള്ളതുപോലെ മരിച്ചവർക്കും ആഗ്രഹമുണ്ടെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി. ഉറക്കപ്പറ, മഹാനായ നബിയിനാ റസൂലുള്ളാഹി. ജീവിച്ചിരിക്കുന്ന നിനക്ക് ആഗ്രഹമുള്ളതുപോലെ പള്ളിപ്പറമ്പിൽ കിടക്കണ നിന്റെ വാപ്പായ്ക്ക് ആഗ്രഹമുണ്ട്. മരിച്ചുപോയ മയ്യത്തിനും 6 ആഗ്രഹമുണ്ടെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മരിച്ചുപോയ മയ്യത്തിന് 6 ആഗ്രഹമാണ് ഉള്ളത്. ഈ 6 ആഗ്രഹം കിട്ടണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ ജീവിക്കണം? നല്ലതുപോലെ ജീവിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം മരിച്ചുപോയവരുടെ ആഗ്രഹം കേൾക്കാം, ജീവിച്ചിരിക്കുന്നവരുടെ പോട്ടെ, അതെപ്പോൾ വേണമെങ്കിലും നടക്കാമല്ലോ. ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം നടത്തണമെന്ന് വിചാരിച്ചാൽ നടത്താൻ പറ്റൂലേ? പക്ഷെ മരിച്ചവരുടെ ആഗ്രഹം എന്താ? നല്ല മരണം കിട്ടിയ ആൾക്കാർക്ക് എത്ര ആഗ്രഹമുണ്ട്? 6 ആഗ്രഹമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സമയം 9:30 ഇൻഷാ അല്ലാഹ്. കറക്റ്റ് 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ വഅദും പറയണം. മീകായിൽ അലൈഹിസ്സലാമിൻ്റെ ജോലിയാ. മഴ, ഇടി, മിന്നൽ, കാറ്റ് മുതലായ പോലെ ഞാൻ ഇതിനകത്ത് വഅദും പറയണം, പിരിക്കുകയും വേണം, ദുആ ചെയ്യുകയും വേണം, എല്ലാം ചെയ്യണം. 1 മണിക്കൂറുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചുപോയ മയ്യത്തിൻ്റെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? ഈ കാണുന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും മിനാരത്തിൽ എല്ലാവരും ബാങ്ക് വിളി കേൾക്കുന്നവനാ. എന്നാൽ ഈ ബാങ്ക് വിളിക്കുന്ന മിനാരത്തിൽ ഒരു ദിവസം പറയും, നീ മരിച്ചുപോയെന്ന്. ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാണ്. കേൾക്കേണ്ട താമസം കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടരുകയാണ്. എല്ലാവരും അറിയുകയാണ്. നിന്റെ വീട്ടിലേക്ക് എല്ലാവരും കടന്നു വരികയാണ്. വീട്ടിലെ ടാർപ്പ് കെട്ടി കസേര നിരത്തി പടച്ചവനെ വീടിന്റെ പുറകിൽ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങി. പടച്ചവനെ, എല്ലാവരും മരണ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഇത് നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു രംഗമാണ്. ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെ വീട്ടിലും നടക്കാൻ പോകുന്ന ഒരു രംഗമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം നിന്റെ കുടുംബക്കാര് നിന്നെ പൊക്കിയെടുത്ത് വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി കിടത്തുകയാ. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി, പെങ്ങളെ സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്തു. എന്നിട്ട് പടച്ചവനെ നിന്നെ യഥാ കുളിപ്പിക്കാൻ തുടങ്ങുകയാണ്. നഖത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ എടുത്തു കളഞ്ഞു, ശരീരത്തിന്റെ ഉള്ളിലുള്ള നജസുകൾ എടുത്തു കളഞ്ഞു. എന്നിട്ട് നല്ലതുപോലെ നിന്നെ കുളിപ്പിക്കുകയാ, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ. അവിടെ നിന്ന് ഉളുവെടുപ്പിച്ചു, നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ ധരിക്കാത്ത വെള്ളത്തുണിക്കകത്ത് നിന്നെ പൊതിയുകയാണ്. എന്നിട്ട് ഒരാൾ പുറത്തു വന്ന് പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരും അനുസരണയോടുകൂടി മാറി നിൽക്കുകയാണ്. ആ റൂമിനകത്ത് നിന്ന് നിന്നെ കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ട് വരുന്ന സൂക്ഷ്മതയോട് നിന്റെ ജനാസ എടുത്തുകൊണ്ട് വന്ന് വീടിനകത്ത് പിരിച്ചിട്ട്
വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളില് നിന്റെ ജനാസ കൊണ്ടുവന്ന് കിടത്തുകയാ. സുബ്ഹാനല്ലാഹ്, ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ആള് കൂടിയിട്ടില്ല. എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും മഹല്ലുകാര് ഉസ്താദന്മാര് സർവ്വതും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും തിരക്ക് കൂട്ടുകയാണ്. അപ്പോഴാണ് ഒരാൾ നിന്റെ ചാരത്തിരിക്കുന്നത്. ആ മനുഷ്യൻ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ആ പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാ. അവിടെ നിന്നൊരാള് വിളിച്ചു പറയുകയാണ്, കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു ഒരാള് വിളിച്ചു പറയുന്ന, കണ്ടതൊക്കെ മതി പൊതിയാൻ. ആ 3 കഷ്ടം വെള്ള തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാണ്. മോനെ കൊണ്ടുവന്നടാ. നിന്റെ വീടിന്റെ മുമ്പിൽ വിളിക്കാതെ തന്നെ ഒരു വാഹനം വരികയാണ്. 5 പൈസ കൊടുക്കണ്ടടോ. ഏതോ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, എല്ലാവരുടെ വീടിന്റെ മുമ്പിലും ഒരു വാഹനം കടന്നു വരികയാണ്. മോഡലിന് വ്യത്യാസമൊന്നുമില്ല. എത്ര കൊല്ലം കൊടിഞ്ഞാലും ഒരേ മോഡൽ തന്നെയാണ്. ഡ്രൈവർ വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഇൻഷുറൻസ് വേണ്ട. ഏത് വാഹനമെന്നറിയുവോ? ഈ പള്ളിയുടെ മൂലയിൽ പൊടിയടിച്ച് കിടക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, അത് നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവെക്കുകയാണ്. നിന്നെ എടുത്തതിനകത്തേക്ക് മലർത്തി കിടത്തുകയാ. നിലവിളിയാ. മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാണ്. എല്ലാവരും കരയുകയാ, എല്ലാവരും കരയുകയാ. വിലയില്ലടോ, അന്നത്തെ കണ്ണുനീരിന് പരിഗണനയില്ലടോ. എല്ലാവരും വീടിനകത്ത് കിടന്ന് കരയുമ്പോ ആ മയ്യത്ത് കെട്ടിൽ 6 പേരങ്ങ് ഉയർത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനാസ നിന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്, നിന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. ആ ജനാസ കൊണ്ടിറങ്ങുമ്പോ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ്. മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ്. ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, മക്കളെ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയെന്ന് ഖബറടക്കുമോനെ. വാപ്പ വിളിച്ചു പറയുകയാ, ഉമ്മ വിളിച്ചു പറയുകയാ, മോനെ എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കടാ, ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകടാ എന്ന് മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ മയ്യത്തിന് ഖബറിൽ പോയാ മതി, ആ മയ്യത്തിന് ഖബറിൽ പോയാ മതി. അത് വിളിച്ചു പറയുന്ന പെട്ടെന്ന് കൊണ്ടുപോകാൻ. ആ ജനാസ വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പയോട് എൻ്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, മോനെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയതാ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ എന്ന് ഫോൺ കോൾ വരുമ്പോ അതാ കരഞ്ഞുകൊണ്ടാ ഓടുന്നത്. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാ.
വണ്ടി എടുത്തുകൊണ്ട് പായുകയാണ്. കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ നീ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ഉമ്മ മരിച്ചല്ലോ, വാപ്പ മരിച്ചല്ലോ. നിലവിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. ഉമ്മാടെ റൂമിനകത്തേക്ക് ഓടുകയാ. മരിച്ചു കിടക്കുന്ന വാപ്പാടെ റൂമിനകത്തേക്ക് ഓടി ചെല്ലുമ്പോ ആ റൂമിനകത്ത് കേറുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമാ. റൂമിനകത്ത് വല്ലാത്ത ഒരു സുഗന്ധമാണ്. ഇതുപോലെ ഒരു സുഗന്ധം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശ്വസിച്ചിട്ടില്ല. പടച്ചവനെ, വല്ലാത്ത ഒരു സുഗന്ധമാണ്. അതുമാത്രമല്ല, മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്തിട്ടിരുന്ന ആ വെള്ള തുണിയങ്ങു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ റോഡിലൂടെ നിലവിളിച്ചു കൊണ്ടുപോയവന്റെ കണ്ണ് കരച്ചിലങ്ങ് മാറുകയാണ്. ആ നിലവിളി അങ്ങ് മാറുകയാണ്. അവന്റെ കണ്ണ് നിറയുന്നുണ്ട്, അവന്റെ കണ്ണ് നിറയുന്നുണ്ട്. ആ കണ്ണുനീര് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. എന്തേ കാരണമെന്നറിയുവോ? മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ. വാപ്പയ്ക്ക് ഇതുപോലെ പ്രകാശമില്ല. വാപ്പ ജീവിച്ചിരുന്നപ്പോ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നു. പടച്ചവനെ, ഉപ്പ മരിച്ചു കിടക്കുമ്പോ ഉപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാണ്. ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാണ്. ഉപ്പയുടെ നെറ്റിത്തടം വിയർത്തിട്ടുണ്ട്, മൂക്കിന്റെ ദ്വാരം വികസിച്ചിട്ടുണ്ട്. പടച്ചവനെ, ശരീരത്ത് സുഗന്ധമുണ്ട്. അൽഹംദുലില്ലാഹ്, വാപ്പയ്ക്ക് അല്ലാഹു ഒരു നല്ല മരണമാണ് കൊടുത്തത്. മക്കള് തന്നെ പറയുകയാ, ഉസ്താദേ, ഉമ്മ മരിച്ചത് സംസം വെള്ളം കുടിച്ച് ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ്, ഒതുവോടുകൂടിയാണ് മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു ഉസ്താദ് എന്ന് മക്കള് പറയുമല്ലോ. എന്നാ ഇത്രയും നല്ല ഒരു മരണം അല്ലാഹു കൊടുത്തു. നിങ്ങൾ നോക്കിക്കേ, മക്കൾ ഓടി വീട്ടിലേക്ക് ചെല്ലുക, നിലവിളിച്ചുകൊണ്ടാ പോയത്. ഓടി ചെന്ന് നോക്കുമ്പോ റൂമിൽ കയറുമ്പോ തന്നെ അത്തറടിച്ചതുപോലെ വല്ലാത്ത ഒരു സുഗന്ധം. മരിച്ചു കിടക്കുന്ന വാപ്പയുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ തുണി ഉയർത്തുമ്പോ വാപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്ക. എന്തൊരു പ്രകാശം, ചുണ്ടില് പുഞ്ചിരി. പടച്ചവനെ, എൻ്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പോ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നല്ലോ. ആ മകൻ തന്നെ പറയും, അല്ലാഹു എൻ്റെ ഉപ്പാന് നല്ല മരണമാണ് കൊടുത്തത്, എൻ്റെ ഉമ്മയ്ക്ക് നല്ല മരണമാണ് കൊടുത്തത്. എൻ്റെ ഉപ്പ മരിച്ചത് സ്വർഗം കണ്ടിട്ടാണ്, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് എന്ന് നമ്മൾ തന്നെ പറയും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ പറയും, വാപ്പ അവിടെ കിടക്കട്ടെ, ഗൾഫിൽ കിടക്കുന്നവൻ വരാനുണ്ട്, അവിടെ കിടക്കുന്നവൻ വരാനുണ്ട്, ഈ വാപ്പ സ്വർഗത്തിൽ പോകണ്ട, കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ജനാസ നമ്മൾ ഇവിടെ പിടിച്ച് കിടത്താറുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യണ എന്താ? വാപ്പ മരിച്ചത് സ്വർഗം കണ്ടിട്ടാ. വാപ്പായ്ക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. മോൻ പറയുക, അവിടെ കിടക്ക് വാപ്പ, ഇനി ഗൾഫിൽ കിടക്കുന്നവൻ വരണം, അവൻ വരട്ടെ, അവൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്, കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, അവൻ വരട്ടെ, ഇവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകുന്നതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് പല മക്കളും മയ്യത്ത് കബറടക്കാൻ താമസിപ്പിക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വാപ്പ സ്വർഗത്തിൽ പോകാൻ കിടക്കുമ്പോൾ പറയുക പോകണ്ടെന്ന്. ഈ വാപ്പ നിന്നെ ശപിക്കുമോ? നിനക്ക് വേണ്ടി ദുആ ചെയ്യുമോ? എടാ, വാപ്പ ജീവിച്ചത് തന്നെ സ്വർഗത്തിൽ പോകാനാ. മോൻ പറയുക അവിടെ കിടക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചുപോയ മയ്യത്ത് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യം, നല്ലവനാണെങ്കിൽ പറയും എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കാൻ. അത് മയ്യത്തിൻ്റെ ആഗ്രഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ജനാസ ചുമന്നിട്ടുണ്ടല്ലോ. ചില ആൾക്കാരുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഈ വഴിയോരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ആടും പശുവൊക്കെ കിടന്ന് തുള്ളിച്ചാടാറുണ്ടല്ലോ. അത് കിടന്നൊരു വെപ്രാളപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? ഈ മോശമായ മയ്യത്ത് വിളിച്ചു പറയും, എന്നെ നിങ്ങൾ എവിടെ കൊണ്ടുപോവാ, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് ആ മയ്യത്ത് നിലവിളിച്ചുകൊണ്ട് പറയുന്നത് കാണുന്നത് കൊണ്ടാണ് ഈ മൃഗങ്ങൾ ചാടുന്നത്. എന്നാൽ ഒരു നല്ല മയ്യത്ത് പറയും, എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കാൻ. ആ ജനാസ കൊതിച്ചുകൊണ്ട് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം മരിച്ച ഉടനെ കൊണ്ടുപോയി കബറടക്കണമെന്നല്ല. കാണിക്കേണ്ടവരെയൊക്കെ കാണിക്ക്. ഒരു പരിധി വേണം, ഒരു പരിധി വേണം. ഒരു വക്കത്ത് സുബഹിക്ക് ശേഷം മരിച്ചു, ളുഹർ വരെയൊക്കെ വെക്കാം.
ഒരു വക്കത്ത് കഴിയും, അടുത്ത വക്കത്തിന് മുമ്പ് ഖബറടക്കാൻ നോക്കണം. അല്ലാതെ കയറ്റി മറ്റേ ഫ്രീസറിനകത്ത് കയറ്റി വെക്കുന്നത് പോലെ വാപ്പയുടെ ജനാസ കയറ്റി വെച്ച് ഉമ്മയുടെ ജനാസ കയറ്റി വെച്ചിട്ട് ആ കാണിക്കുന്നത് സ്നേഹമല്ലടോ, അവരോട് ചെയ്യുന്ന അക്രമമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജനാസ പള്ളിയിൽ കൊണ്ടുചെന്നു. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. അതാ പടച്ചവനെ പള്ളിയിൽ നിന്ന് ജനാസ കൊണ്ടിറങ്ങുകയാണ്. ആ ജനാസ ഇനി പള്ളിപ്പറമ്പിലെ ഖബറിലേക്ക് കൊണ്ടിറങ്ങുകയാ. ഖബറിലേക്ക് കൊണ്ടുപോകാ. പള്ളിയിൽ നിന്ന് ജനാസ ഇറക്കുമ്പോ ആ ഖബർസാനിലേക്ക് ഇറക്കുമ്പോൾ ആ ഖബറിനകത്തല്ല, ഖബർസാനിലേക്ക് ജനാസ ഇറക്കുമ്പോ ആ ജനാസ ഒരാളുടെ സംസാരം കേൾക്കുകയാണ്. ആ ജനാസ ഒരാളുടെ സംസാരം കേൾക്കുകയാണ്. ആരാണ് മയ്യത്തിനോട് സംസാരിക്കുന്നതെന്നറിയുമോ? ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, ആ ഖബർ സംസാരിക്കുകയാണ്. എല്ലാവരോടും സംസാരിക്കുമടോ. സിറാജിന് നാവുള്ളത് പോലെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാവുള്ളത് പോലെ ഖബറിന് നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖബർ സംസാരിക്കുന്നുണ്ടോ. കേൾക്കാത്തത് നമ്മുടെ പോരായ്മയാണ്. എല്ലാവരോടും ആരെല്ലാം പള്ളിപ്പറമ്പിൽ പോകുന്നുണ്ടോ, ആരൊക്കെ സിയാറത്തിന് പോകുന്നുണ്ടോ, ആര് പള്ളിപ്പറമ്പിൽ പോയാലും ഖബറാ മനുഷ്യനോട് സംസാരിക്കുമെന്നാണ്. ആ ചിന്തയൊന്നും നമുക്കില്ലല്ലോ. നമുക്ക് ഖബറിനെ കുറിച്ച് അറിയില്ലല്ലോ. നമുക്ക് കളിയാണ്, തമാശയാണ്. നമ്മൾ രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, ഫോൺ വിളിക്കുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, കുടുംബകാര്യം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്. എന്നാ ഖബറിനെ കുറിച്ച് നിനക്കറിയുമോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. മോനെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ. ഖബറെന്ന് പറഞ്ഞാ നീ പേടിക്കണം. ഖബർ കണ്ടാ കരയണ്, ഖബർ കണ്ടാ കരയണ്. ആരാ ഖബർ കണ്ടാ കരയുന്നത്? ഈ പള്ളിയിൽ ഖബർ കുടിക്കുന്നവൻ പോലെ കരയില്ലടോ. നിങ്ങൾ ഖബർ കുടിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? വലിയ പുണ്യമുള്ള കാര്യമാണ്, മഹത്വമുള്ള കാര്യമാണ്, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എന്നാ ഖബർ കുടിക്കുന്നവനും മുണ്ടും മടക്കി കുത്തി തമാശ പറഞ്ഞുകൊണ്ടാ ഖബർ കുടിക്കുന്നത്. അവനും പേടിയില്ല. ഖബറിലിറങ്ങുന്നവന് ഭയമില്ല, മണ്ണ് വെട്ടുന്നവന് ഭയമില്ല, മണ്ണ് വാരി വെക്കുന്നവന് ഭയമില്ല, പലക നിരത്തുന്നവന് കരയാറില്ല, മണ്ണ് വാരി ഇടുന്നവരും കരയാറില്ല, സിയാറത്തിന് പോകുന്നവരും കരയാറില്ല. ഒരാളും കരയില്ലടോ, ഒരാളും കരയില്ലടോ. കാരണം നിനക്കറിയാനിട്ടാ. നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രീ. നിനക്കെങ്ങാണം ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണ് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് തിന്നാ ഭക്ഷണം എടുത്തു കഴിഞ്ഞാ അത് തിന്നുന്നതിന് മുമ്പ് വയദ്രിബു അലാ സദ്രീ നീ നിലവിളിക്കുമായിരുന്നു.
നീ നിലവിളിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനോടും ഖബർ സംസാരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. മയ്യത്ത് ഖബറടക്കി എല്ലാവരും പോകുകയാണ്. മഹാനവറുകൾ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. വരുന്നില്ലേ തങ്ങള്, വരുന്നില്ലേ തങ്ങള്, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. ഒരു പഴയ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിൽക്കുകയാ. അവിടുന്ന് കരയുകയാ. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ അതാ ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഒരുപാട് സമയമായല്ലോ എൻ്റെ അടുക്കൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എന്തേ ഒന്നും ചോദിക്കാനില്ലേ, ഒന്നും അറിയാൻ ആഗ്രഹമില്ല? പടച്ചവനെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ ചോദിക്കുകയാ, എങ്ങനെയാണ് ഞാനൊരു മയ്യത്തിനോട് പെരുമാറുന്നതെന്ന് നിങ്ങൾക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുമ്പോ ഖബർ വിശദീകരിക്കുകയാണ്. മസഖത്തുൽ കുഫാൻ വസദഖത്തുൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. പറയല്ലേ, പറയല്ലേ. അത് കേൾക്കാനുള്ള ധൈര്യമില്ലാതെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പിടഞ്ഞു വീഴുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അഖ്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ജനാസ കൊണ്ടിറങ്ങുമ്പോ ആ മയ്യത്തിനോട് ഖബർ സംസാരിക്കുകയാണ്. പടച്ചവനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അതാ ഒരാൾ ഖബറിനകത്തിറങ്ങി 3 കെട്ടുകൾ അടിച്ചു മാറ്റി കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരുകയാണ്. എന്നിട്ട് കബളിന്റെ താഴെ വെക്കുകയാണ്. പടച്ചവരെ, പലക നിരത്തുകയാ. വന്നവര് മുഴുവനും മണ്ണ് വാരിയിട്ടടോ. അതാ എല്ലാവരും മണ്ണിട്ട് മൂടുകയാ. എല്ലാവരും മണ്ണിട്ട് മൂടി 2 ചെടികൾ നട്ടു, വെള്ളമൊഴിച്ചു. എല്ലാവരും പറയുന്നു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും സലാം പറയുകയാണ്. മഅസ്സലാമാ എന്ന് പറഞ്ഞുകൊണ്ട് 7 ചുവട്ടടി വെച്ച് കഴിഞ്ഞാൽ, 7 ചുവട്ടടി വെച്ച് കഴിഞ്ഞാ, സുബ്ഹാനല്ലാഹ്, അതാ വരുന്നു മുൻകറുൻ നകീർ. 2 മലക്കുകളെ ഖബറിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടുന്ന് ചോദ്യം തുടങ്ങുകയാണ്. അതാ റൂഹ് തിരിച്ചു തന്ന് നിന്നെ പിടിച്ച് ചാരിയിരുത്തിയിട്ട് അതാ മലക്കുകൾ ചോദിക്കുന്നു. അവിടുന്ന് ചോദിക്കുകയാ, മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക. അവിടുന്ന് ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്. അതാ ഉത്തരം ഇങ്ങനെ പറയുകയാണ്. അതാ ഉത്തരം ഇങ്ങനെ പറയുകയാണ്. പടച്ചവനെ, അതാ മലക്കുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവനും ഉത്തരം പറഞ്ഞു കഴിയുമ്പോ ആ മലക്കുകൾ പറയാൻ പോകുന്ന വാചകം എന്തെന്നറിയുവോ? ലം കനൗമത്തിൽ അറൂസ്, ലം കനൗമത്തിൽ അറൂസ്. അതാ മണിയറക്കകത്ത് കടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങിക്കോ. ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിനകത്ത് കിടന്നുറങ്ങിക്കോ. ഏതുപോലെ പഠിക്കടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട യുവത്വമേ. എങ്ങനെയാ കിടന്നുറങ്ങാൻ പറയുന്നത്? അതിരാത്രിയിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ, മണിയറക്കകത്തൊരു ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഇതിനകത്ത് കിടന്നുറങ്ങിക്കോ. ലം കനൗമത്തിൽ അറൂസ്.
ഖുദ്ദൂസ് എന്ന് മലക്കുകൾ പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ? പടച്ചവനെ, പുതിയ പുതുമണവാട്ടിയും പുതുമണവാളനും അവരെ കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങാ പറയാറുള്ള കാരണം എന്താ? പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് മണവാട്ടിയും മണവാളനും അതാ ബെഡ്റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ, അവരുടെ മണിയറയ്ക്കകത്ത് കയറി കഴിഞ്ഞാ പിന്നെ പറയും, ആരും അവരെ ശല്യം ചെയ്യല്ലേ. കുട്ടികളോട് പറയും, അങ്ങോട്ട് പോകരുത്, അവരുടെ ആദിരാത്രിയാണ്, അവര് സന്തോഷത്തോടെ ഇരിക്കട്ടെ, അവര് ജീവിതം തുടങ്ങുകയാണ്, അവരെ ശല്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് പ്രായമുള്ള ഉമ്മമാര് പറയുമായിരുന്നു. പടച്ചവനെ, അത് പണ്ടായിരുന്നടോ, അതൊക്കെ പണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ. ഇന്ന് പടച്ചവനെ, മണിയറയ്ക്കകത്ത് പുതുമണവാട്ടിയും മണവാളനും കയറുമ്പോ ആ കട്ടിലിനടിയിൽ കയറി പതുങ്ങിയിരിക്കുന്നവരുണ്ട്, പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, ആ പുതിയ പഴയ വീടിന്റെ പുറത്തിറക്കിയിട്ട് അകത്ത് കയറി പൂട്ടിക്കിടക്കുന്ന കൂട്ടുകാരുണ്ട്. ഇന്നങ്ങനെ പല അനാചാരങ്ങളാണ് നടക്കുന്നത്. ഈ സമുദായത്തിന് തന്നെ നാണക്കേട് വരുത്തുന്ന രീതിയിൽ വിവാഹമെന്ന് പറയുന്ന ആ പുണ്യമായ കർമ്മം നടത്തുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാ നടക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ മുസ്ലിം ഉമ്മത്ത് കാണിക്കുന്ന അഹങ്കാരം എത്ര വലുതാ. മുസ്ലിം ഉമ്മത്ത് വിവാഹമെന്ന് പറയുന്ന ഒരു ഇബാദത്ത് നടക്കുമ്പോ അതിനകത്ത് കാണിക്കുന്ന പേക്കൂത്തുകൾ അറിയുമോ? ഗാനമേളകൾ നടത്തുന്നവരുണ്ടല്ലോ, പടച്ചവരെ, അറബി കല്യാണം, മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, ഇന്നെത്ര കല്യാണമാണോ നടക്കുന്നത്? ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുവോ? അല്ലാ, ഏതു കുടുംബത്തിലും ഒരു നല്ലവൻ കാണും സഹോദരാ. എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല. ഒരു കുടുംബത്തിലെ എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല. ഒരാളെങ്കിലും നല്ലവൻ കാണുമല്ലോ. എന്നാ പടച്ചവനെ, ഇന്നത്തെ വിവാഹങ്ങൾ നടക്കുന്നത് കാണുമ്പോ ആ കുടുംബത്തിൽ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ പോയടോ. ഒരു കാരണവരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വൃത്തികേടുകൾ നടക്കില്ലായിരുന്നല്ലോ. ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോയി. എങ്ങനെ പറയാനാണ്? ഈ തിരുത്തണ്ട വാപ്പയാണ് ഒന്നാമത് ഡാൻസ് കളിക്കുന്നത്, ഉമ്മയാണ് കിടന്ന് ഡാൻസ് കളിക്കുന്നത്. 15ഉം 20ഉം വയസ്സുള്ളവരുടെ കഥയല്ല, 40ഉം 50ഉം കഴിഞ്ഞവര് പോലും എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ്, ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്നറിയുമോടാ? കൊട്ടാരമുള്ളവനല്ല, അധികാരമുള്ളവനല്ല, സമ്പത്തുള്ളവനല്ല മോനെ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുമോ? അല്ലാഹുവിന് ഭയമുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നവനാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാഹുവേ, അൽ മർഅത്തു സ്വാലിഹാ, ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയ ഭർത്താവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ പണമുള്ളവനല്ല, പണമുള്ളവളല്ല, സൗന്ദര്യമുള്ളവളല്ല, വിദ്യാഭ്യാസം കൂടിയവളല്ല, അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല. അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ ഖുത്ബ സമയത്ത് ഉസ്താദ് ഖുത്ബ ഓതുമ്പോ പറയുമല്ലോ. മോനെ, സമ്പത്തല്ലടാ, സൗന്ദര്യമല്ലടാ, കുടുംബ മഹിമയല്ലടാ, ഫദ്ഫറു ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ വേഗം വിവാഹം കഴിക്കാറ്. എന്തേ പ്രയോജനമെന്നറിയുമോ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മോനെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അലിയാര് തങ്ങളാണ് ഫാത്തിമാനെ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ആദിരാത്രിയിലെ മണിയറയ്ക്കകത്ത് പോവുകയാ.
വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രിയിൽ രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാർ തങ്ങൾ സന്തോഷവാനാണ്. കാരണം ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഫാത്തിമ ബീവി അലിയാർ തങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് പറയരുത്. എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, വേണ്ടടാ മോനെ, പ്രണയ വിവാഹം വേണ്ടടാ മോനെ, അത് നല്ലതല്ലടാ. അതുകൊണ്ട് നിനക്കൊരിക്കലും സമാധാനമുണ്ടാകില്ല. അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരോട് നീ ചോദിച്ചു നോക്ക്. ഇന്ന് പ്രണയമൊന്നുമില്ലല്ലോ, എല്ലാം അഭിനയമാണല്ലോ, എല്ലാം പറ്റിക്കലാണല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് ഞാൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയും മണിയറയ്ക്കകത്ത് കയറി. അതാ പടച്ചവനെ, അലിയാർ തങ്ങൾ റൂമിന്റെ വാതിലടയ്ക്കുകയാണ്. പടച്ചവനെ സന്തോഷം കാരണം രണ്ടുപേരും പുതുജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ വീടിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അലിയാർ തങ്ങൾ വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുമ്പോ സുബ്ഹാനല്ലാഹ് വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങല് കേൾക്കുകയാ, ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ. എവിടെയാ മണിയറയ്ക്കകത്ത്, എവിടെയാ മണിയറയ്ക്കകത്ത്? അലിയാർ തങ്ങൾ പെട്ടെന്ന് വിളക്കിന്റെ തിരിയങ്ങ് കൂട്ടുകയാണ്. ചെന്ന് നോക്കുമ്പോ ഫാത്തിമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് സങ്കടത്തോടെ അലിയാർ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു, അലിയേ, നിങ്ങളെ കൊതിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ അലിയേ? പിന്നെ എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വാപ്പ വളർത്തിയ മകള് പറഞ്ഞ മറുപടി എന്താ? അലിയേ, ഈ മണിയറക്കകത്ത്, ഈ റൂമിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് അണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു, ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ അലിയേ? ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെയുണ്ട്, എന്നാ എന്നെ കൊണ്ടുപോയി കബറിനകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന രാത്രി ഉണ്ടല്ലോ, ആ രാത്രിയിൽ എന്ത് ഇരുട്ടായിരിക്കും അലിയേ? ഖബറിനകത്ത് വല്ലാത്ത ഇരുട്ടായിരിക്കുമല്ലോ. അത് ഓർമ്മ വന്നിട്ടാണ് കരയുന്നത്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഇവിടെ ഇരുന്നിട്ട് കരയുകയാണോ ഫാത്തിമ? ഇതാതിരാത്രിയാണ്, ഇത് നമ്മുടെ മണിയറയാണ്. ഈ മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാണോ? എന്തേ ഫാത്തിമ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത്? കരയല്ലേ ഫാത്തിമ. അലിയാർ തങ്ങൾ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അലിയേ, മണിയറ ദുനിയാവിലല്ല, മണിയറ ഒരുക്കേണ്ടത് ദുനിയാവിലല്ല. ഈ മേപ്പാടിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് പറയുകയാ, എടാ മണിയറ ഒരുക്കാൻ 5 നയാ പൈസ നീ ചെലവഴിക്കരുത്. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മോനെ, ഒരാള് ഖബറിനകത്ത് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. ആരെങ്കിലും ഖബറിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ. മോനെ, എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? നിങ്ങളുടെയൊക്കെ ജനാസ ഖബറടക്കുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിലെ ഖബറിനകത്താ. ആ ഖബറിനകത്ത് വരുന്ന മലക്കുകൾ നിന്നോട് പറയണം, ലം കനൗമത്തിൽ അറൂസ്
പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ, പുതുമണവാട്ടി കിടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ കിടന്നുറങ്ങിക്കോ. അതുമാത്രമല്ലടാ ചെറുപ്പക്കാരാ, ഒരു വാതില് തുറക്കുകയാ, ഒരു വാതില് തുറക്കുകയാ. ഏത് വാതിലെന്നറിയുമോ? ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തൂവനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ മോനെ, ആ സ്വർഗത്തിന്റെ വാസന 500 കൊല്ലത്തെ വടിദൂരം വരെ അടിച്ച് വീശുമെന്നാട്. ആ സ്വർഗം നിന്റെ കാലിന്റെ ഭാഗത്ത് തുറക്കുകയാ, ആ സ്വർഗം നിന്റെ കാലിന്റെ ഭാഗത്ത് തുറക്കുകയാ. മയ്യത്തിന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, അല്ലാഹു ഖബറിനകത്ത് കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ. നിന്റെ ഉപ്പ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഉമ്മ ആഗ്രഹിക്കുന്നത്, മരിച്ചുപോയ മയ്യത്തിന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്താ? നാഥാ, എന്റെ ഈ ഖബറിനകത്ത് നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങള്, നീ എനിക്ക് തന്ന പ്രതിഫലങ്ങള് കുടുംബക്കാരോട് ചെന്നു പറയാ. മരിച്ചുപോയവരെ കൊതിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ